അയ്യോ ചേട്ടാ, കയ്യിൽ പൈസ ഇല്ലാത്തപ്പോ ഞാൻ എവിടുന്ന് എടുത്തു തരാനാ? ഓർമ്മയുണ്ടോ ഈ മുഖം? എന്താ ഇവിടെ ഒരു കസപിസ? കഴിക്കാൻ വേണ്ടി വന്നിട്ട് കാശ് എടുത്തില്ലെന്നോ? സാരമില്ല, നാളെ കൊടുത്താ മതി. ഇല്ലെങ്കിൽ തന്റെ നടു ഞാൻ തല്ലി ഒടിച്ച് കഷ്ണം കഷ്ണമാക്കി. പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. തനിക്ക് മനസ്സിലായോ? അതെ, ഗുഡ് മോർണിംഗ്. അതെ മിമിക്രി ചേട്ടാ, ഇന്ന് എന്താ ഇവിടെ സ്പെഷ്യൽ എന്നൊന്ന് പറയാമോ? ഇന്നിവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം വെരി സ്പെഷ്യൽ ആണ്. ഏത് കഴിക്കണമെന്ന് കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്. ഇത് കഴിക്കണോ അതോ മറ്റേത് കഴിക്കണോന്നൊക്കെ. ഞാനാണ് തീറ്റക്കള്ളൻ. വയറു നിറച്ച ആഹാരം കഴിക്കണം. അയ്യോ എന്റെ പൊന്നെ, എന്റെ ഭക്ഷണം ഇതെവിടെ പോയി? മാമാ, എന്റെ ഭക്ഷണം കാണുന്നില്ല. ഇതെന്താ, എന്റെ ഭക്ഷണം ഇതെവിടെ പോയി? ഐഡിയ. മാമ, ഭക്ഷണം മോഷ്ടിക്കുന്നത് ഒരാളേ ഉള്ളൂ, തീറ്റക്കള്ളൻ. മോനെ അനന്തരമാ, വേഗം അവന്റെ പുറകെ ഓട്. പോലീസ് മാഡം, ആ തീറ്റക്കള്ളനെ പിടിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നേ. എന്ത് വില കൊടുത്തും ആ കള്ളനെ പിടിച്ചേ പറ്റൂ. ഓ, അതൊക്കെ നമുക്ക് പിടിക്കാമെന്നേ, വിഷമിക്കണ്ട, ബി പോസിറ്റീവ്. നോക്ക്, മാഡം ഇപ്പൊ ലഞ്ച് കഴിക്കാൻ വരും. നിങ്ങളുടെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരോട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് വരാനും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് മാഡം ഫുഡ് എടുത്തുകൊണ്ട് വരുവാ. നമ്മുടെ ടിഫിൻ ഒളിപ്പിച്ച് വെച്ചേക്ക്, രാത്രി കഴിക്കാം. ഡിന്നറിന്റെ കാശ് ലാഭമാവുമല്ലോ. ആ ഏയ്, എന്ത് പോക്കർത്തരമാണ് ഈ കാണിക്കുന്നത്? പൂച്ചേ, എടാ പൂച്ചേ, നീ എന്നെ എലിയാക്കാൻ നോക്കുന്നോ? താഴ്ത്തു വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്നും പറഞ്ഞ് ഞാൻ കൊണ്ടു നടന്ന ഉണക്കമീനുകളാ ഇത്. നീ എന്താടാ പൂച്ചേ, എന്നെ എലിയാക്കാൻ നോക്കിയാണോ? അല്ല, നിങ്ങളെല്ലാരും ഇത് കണ്ടില്ല എന്റെ കൂട്ടുകാരെ? ഒരു പീക്കിരി പൂച്ച പട്ടാ പകല് എന്റെ കൺമുമ്പിൽ നിന്ന് എന്റെ ഉണക്കമീനുകളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. എടാ കണ്ടംപൂച്ചേ, നിക്കടാ അവിടെ. നിന്നെ ഇനി മേലെ പഞ്ചായത്തിൽ കണ്ടുപോകരുത്. നിനക്കൊരിക്കലും എന്നെ ഒരു എലിയാക്കാൻ കഴിയുകയില്ല. നിക്കാൻ ഓടോടോടോടോ, ഓടിക്കോ. ഞാനാണ് അനന്തരവൻ. ഞാനാണ് മാവൻ. പൂച്ചയുടെ കഴുത്തേൽ നമ്മൾ എങ്ങനെയാടാ മണി കെട്ടുന്നത് മോനെ? ഒന്ന് ആലോചിക്കാൻ അനന്തരവാ. മാമ, ഐഡിയ. പൂച്ചയെ പിടിക്കണമെങ്കിൽ മീൻ എടുത്തോണ്ട് പോണം. പൂച്ചകൾക്ക് മീൻ ഒരുപാട് ഇഷ്ടമാ. അതിന്റെ മണം പിടിച്ചു പിടിച്ച് പൂച്ച നമ്മുടെ അടുത്തേക്ക് വരും. അത് ശരി. കണ്ട പൂച്ചകളെ, ഓട് 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 ഓടാൻ. ഇവിടുന്ന് പോകാനാ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. എന്തായി കാണിക്കുന്നത്? ഇതെല്ലാം കൂടെ എന്റെ പിന്നാലെ വരുവാണല്ലോ. മാമ, ഒരു മീനെടുത്ത് അതുങ്ങൾക്ക് കൊടുക്ക്. പറ്റില്ല അനന്തരവാ. ബല്ലാ സാർ എപ്പോഴും പറയാറുണ്ട് കാശ് മരത്തിന്മേൽ ഉണ്ടാവാറില്ലെന്ന്. അതുകൊണ്ട് ഇന്നാ നീ പാക്കറ്റോടെ പിടിച്ചോ. അയ്യോ അമ്മേ, അയ്യോ വയ്യേ.
അയ്യോ അനന്തരവാ, ഇവന്മാരെല്ലാം കൂടെ എന്നെ പിടിച്ചടേ. എന്നെ ഒന്ന് രക്ഷിക്കുക, വേഗം വാ. അതെ ഇതാ മീൻ പിടിച്ചോ, ഇതാ കഴിച്ചോ. പിടിച്ചോ മാമ, എന്തെങ്കിലും പറ്റിയോ? അനന്തരവനുള്ളപ്പം അമ്മാവന് വല്ലതും പറ്റുമോ? ആന്നേ, താങ്ക് യു. ഒരു കാട്ടിൽ എപ്പോഴും ഒരു രാജാവല്ലേ ഉണ്ടാകാറുള്ളൂ. ഒരു തമാശ പറഞ്ഞതല്ലേ. ഞങ്ങളുടെ Z+ ഏജൻസി 5 വർഷമായിട്ട് ഈ കോമ്പറ്റീഷൻ ജയിച്ചുകൊണ്ടിരിക്കുക. എന്നാ ഞാൻ പോട്ടെ. ഞാൻ വെറുതെ തീയിൽ എണ്ണ ഒഴിക്കാൻ വന്നതല്ലേ. ചുമ്മാ ഒരു തമാശ. അമ്മാവാ, താൻ ഡാൻസ് ചെയ്തേ പറ്റൂ. ഇത്തവണ Z+ ഡിറ്റക്റ്റീവ് ഏജൻസിയെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ചേ പറ്റൂ. അയാള് വന്നേക്കുന്ന ഓരോ തള്ളും കൊണ്ട് അയാളെ ഇത്തവണ തോൽപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് വല്ല എന്നല്ല. ഡാൻസ് കളിക്കണമെങ്കിൽ മനസ്സിനകത്ത് സന്തോഷം ഉണ്ടാവണ്ടേ? ആ സന്തോഷം ആ മുഖത്തും തെളിഞ്ഞു കാണുക. നമ്മുടെ അമ്മാവന്റെ മനസ്സിനകത്ത് മുഴുവൻ വിഷമല്ലേ, പിന്നെ എങ്ങനെയാണ് ഡാൻസ് കളിക്കുക? നിങ്ങൾ ഈ കോമ്പറ്റീഷൻ ജയിക്കണം. ഞാൻ നിങ്ങളുടെ സാലറി ഡബിൾ ആക്കി തരാം. അല്ലല്ല, 3 മടങ്ങാക്കാം, 4 മടങ്ങാക്കാം. അമ്മാവാ, ഇങ്ങേരുതോടെ പോയി. 3 മടങ്ങ്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ബല്ല സാറേ, ഞാൻ ഏറ്റെന്നേ. ബി പോസിറ്റീവ്. ഞാൻ ഇപ്പൊ തന്നെ അനന്തരവന് ഫോൺ ചെയ്യാം. അവൻ വീട്ടില് മ്യൂസിക്കിന് അറേഞ്ച്മെന്റ് ചെയ്യും. ഈ സാലറിയുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ മനസ്സ് സന്തോഷമായിക്കോളും. പിന്നെ ഡാൻസ് കളിക്കുമ്പോഴും സന്തോഷം കിട്ടുമല്ലോ. പിന്നെ അദ്ദേഹം അതൊക്കെ അങ്ങ് മറന്നു പോകും. മഹാപിശുക്കനായ എന്റെ ഭർത്താവ് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആരോടൊന്നും പറയണ്ട കേട്ടോ. പൊയ്ക്കോ. ഞാനാണ് മാവൻ. മാമൻ ഫോണിൽ കൂടെ പറഞ്ഞ പോലെ മ്യൂസിക് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വരൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. മത്സരം മാമൻ ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇവര് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. എന്ത് വില കൊടുത്തും ഇവരെ തടഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ ഏജൻസിക്ക് ഫസ്റ്റ് കിട്ടില്ല. അയ്യോ അനന്തരവാ, എന്തായത്? അയ്യോ അയ്യോ അയ്യോ. മോനെ അനന്തരവാ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? മാമൻ ഇവിടെ ഉള്ളപ്പോ അനന്തരവനൊന്നും സംഭവിക്കില്ലല്ലോ മാമ. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് ഒക്കെ എടുത്ത് കളയടോ. താനിപ്പോ 2 മിനിറ്റ് ലേറ്റ് ആയിട്ടാ വന്നേക്കുന്നേ. 2 മിനിറ്റ് ലേറ്റ് ആയാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? 2 മിനിറ്റ് കൊണ്ട് എന്ത് കാശാ നഷ്ടമായെന്ന് അറിയാമോ? കാശ് അങ്ങനെ മരത്തിലൊന്നും ഉണ്ടാവൂല. ഇനി താൻ ലേറ്റ് ആയാലേ തന്റെ സാലറി ഞാൻ കട്ട് ചെയ്യും, പറഞ്ഞേക്കാം. എന്തായാലും തനിക്ക് CD പറ്റി അറിയാലോ. അപ്പോ ഈ CD മായിട്ട് വെക്കോ, എന്നിട്ട് ആ പോലീസ് മേഡത്തിന്റെ കയ്യിൽ കൊടുത്തേക്ക്. അത് ഞാൻ ചെയ്തോളാം, പേടിക്കണ്ട. ഞാൻ നോക്കിക്കോളാം. ബി പോസിറ്റീവ്. എന്തെങ്കിലും കേട്ടോടെ? കേട്ടോ. ആ ബല്ലയുടെ കയ്യിൽ ഒരു സീക്രട്ട് CD ഉണ്ട്. അത് നമ്മുടെ കൈ കിട്ടിയാൽ ഒരു 2-3 കോടിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുറകെ പോവാം, വേഗം. മാമ, CD രക്ഷിക്കണമെങ്കിൽ എവിടെങ്കിലും ഒളിപ്പിച്ചേ പറ്റൂ. ആ മുന്നേ കാണുന്ന ബിൽഡിങ്ങിൽ ഒളിപ്പിച്ചാൽ നന്നായിരിക്കും. പിന്നെ ഡങ്ക ഇവിടുന്ന് പോയി കഴിയുമ്പോ നമുക്ക് പതുക്കെ ഇവിടുന്ന് ഇറങ്ങി പോലീസ് മാഡത്തിന്റെ അടുത്തേക്ക് പോവാം. അയ്യോ മാമ, സ്കൂട്ടർ ശരിക്കും പാർക്ക് ചെയ്യാത്തതെന്താ? ദേ നോക്ക്, ഉരുണ്ട് പോകുന്നു. അവരത് കണ്ട ഇങ്ങോട്ടേക്ക് വരും. അയ്യോ സോറി അനന്തരവാ, പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നപ്പം ശരിക്കും പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. നീ ഇവിടുന്ന് എങ്ങോട്ടും അനങ്ങല്ല കേട്ടോ. ഞാൻ പോയി സ്കൂട്ടർ അകത്തേക്ക് കൊണ്ടുവരാം. സ്കൂട്ടർ. മാമ, കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല അനന്തരവാ.
അയ്യോ വിജയ സൂക്ഷിച്ചേ. ആ അമ്മാവന്റെ സ്കൂട്ടർ ഇവിടെ ഉണ്ടല്ലോ. അതിനർത്ഥം അയാൾ ഈ ഫാക്ടറിയിൽ ഒളിച്ചിരിപ്പുണ്ടെന്നല്ലേ? ജീവനിൽ കൊതിയുള്ളവന്മാർ ഏതെങ്കിലും കാട്ടിൽ പോയി ഒളിച്ചോ? എല്ലാവരും കൈ മുകളിലേക്ക് ഉയർത്ത്. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങി പോകരുത്. മാമ എണീക്ക് മാമ. മാമനെ എണീപ്പിച്ച് സമയം കളഞ്ഞാൽ ആ ടങ്കയും ടോളിക്കും വേഗം മുകളിലെത്തും. ആ